വലിയ ആളാ. അല്ല പ്രശാന്ത് എവിടെ? പാച്ചു മുതലാളിയല്ലേ. ഈ പയ്യനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഫുൾ ഉഴപ്പാണ്. വരുമ്പോ ഒരു നേരം. അത് ഡോക്ടർ ഇവിടെ ഉള്ളതിന്റെ കോൺഫിഡൻസാ. ബാൻഡ്രിൽ നിന്ന് ഡോക്ടർ മാറിയാലും ഞാനടക്കമുള്ള ഒരു ദൂരം ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് തന്നെ വരുന്നു. പുള്ളിക്കാരനറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെയാ കംഫർട്ടബിൾ ശ്രീജെ. ഫ്രാഞ്ചൈസി പാച്ചുൻ്റെ ആണെങ്കിലും അവൻ എനിക്ക് എല്ലാ ഫ്രീഡം തരും. പിന്നെ ബാൻഡ്ര മൊത്തം കോർപ്പറേറ്റ് സെറ്റപ്പ് ആയില്ലേ. ഇത് ചെറുതാണേലും സമാധാനമുണ്ട്. നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന എന്തൊരു ടെക്നിക്ക് പാച്ചുൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നമുക്ക് അവനെ ഇഷ്ടമായെന്ന് അവന് മനസ്സിലായാ തീർന്നു. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഹലോ, നീ എപ്പോഴാ എഴുന്നേറ്റേ? ഞാൻ ആക്ച്വലി നല്ലാൻ കേട്ട് നേരത്തെ എണീറ്റതാ. പക്ഷെ അമ്മയുടെ വിളി സോഫ്റ്റ് ആയിരുന്നു, ഫ്ലോപ്പായി. ഓ, അപ്പൊ എന്റെ കുഴപ്പമായിരുന്നു അല്ലേ? സോറി. സീരിയസ് ആയിട്ട് ഇന്ന് കടുപ്പത്തിൽ 2-3 വേർഷൻ അയച്ചേക്ക്. കൊഞ്ചിക്കലൊന്നും വേണ്ട, ഹാർഷായിട്ട് മതി. ഞാൻ +2 അടിക്കുമ്പോൾ അമ്മയുടെ വിളിയില്ലായിരുന്നു. കറക്റ്റാ. ഒന്ന് പോയേ, ആ പരിപാടി ഞാൻ നിർത്തി. ഇന്നലത്തെ വോയിസ് മെസ്സേജ് അവൾ മധുവിനെ കേൾപ്പിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാൾ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. നീ കഴിച്ചോ? എന്താ ഉണ്ടാക്കിയേ? കാണിച്ചാൽ കൊള്ളാലോ. മറാഠി ആയിട്ടാ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റെസിപ്പിയാ. അച്ഛനും മോനും അടുക്കളയിൽ എന്തായാലും ഓക്കെയാ. ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് ഭയങ്കര വെറൈറ്റി കുക്കിങ്ങാ. പറമ്പിലുള്ളതെല്ലാം എടുത്ത് കറി വെച്ചോണ്ടിരിക്കുക. പ്ലാവിലയുടെ കൂമ്പ് കൊണ്ടാ ഇന്നലെ തോരൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ റോസും ഓർക്കിഡ് മാത്രമേ ഉള്ളൂ ബാക്കി. നല്ലതല്ലേ? ഞാൻ അറിഞ്ഞു അടുക്കളയിൽ കിടന്ന ആണുങ്ങളെ ട്രെൻഡ്. നിന്റെ ടിക്കറ്റ് എന്തായി? അല്ല, റിട്ടേൺ ഫ്ലൈറ്റ് എടുത്ത പോലെ തന്നെ അങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്തൂടെ? ഫ്ലൈറ്റ് ഒക്കെ ഭയങ്കര കത്തിയാ. 1 വേ 10,000 രൂപയും കണ്ടു.